തേങ്ങയെല്ലാം ചിരണ്ടിയിട്ട് മീൻകറി വെക്കാൻ മടിയുള്ള ആൾക്കാർക്ക് നല്ലൊരു അടിപൊളി മീൻകറിന്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടാ. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള അരിഞ്ഞത്, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടാ. ഇത് ചെറുതായിട്ട് അരിയേണ്ട ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണമെല്ലാം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടെല്ലാം പോയി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് നരച്ചെടുക്കാം. പിന്നെ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് മീനാണോ എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പം മീനെല്ലാം ഫുള്ളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് നമ്മുടെ മീൻകറി റെഡി ആയതല്ലേ. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ ഉലുവ, ചെറിയുള്ളി, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീനിൻ്റെ മുകളിലേക്കായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളി മീൻകറിയാണ്. നല്ലൊരു അടിച്ച് സെറ്റാക്കിയ ഒരു പൊറാട്ടയും കൂടി ഉണ്ടെങ്കിൽ സംഭവം കുശാലാണ് കേട്ടോ. അപ്പോൾ ചോറിനും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് എന്തായാലും പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.